ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1817 ദിവസമായ ഇന്ന് 2026 മെയ് മാസം 6 തീയതി ബുധനാഴ്ച. 1201 ആണ്ട് മേടമാസം 23 തീയതി. ഗുരുവചനങ്ങളിലൂടെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. ലൗകികമായും വൈദികമായും നടത്തപ്പെടുന്ന എല്ലാ സഭകളുടെയും പരമാവധിയും ഇതുതന്നെ. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുകൾ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ 26 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ദാർശനിക പ്രസ്ഥാനങ്ങളുടെ താരതമ്യ പഠനം ഗൗരവപൂർവം നടത്തുന്ന ഏത് ഗ്രന്ഥത്തിലും നൈസർഗികമായ മാനുഷിക മൂല്യങ്ങളുടേതായ ഒരടിത്തറ അന്തർഭവിച്ചിട്ടുണ്ടാവും. വിക്ടർ കസിനെ പോലെയുള്ളവർ എഴുതിയ പാശ്ചാത്യ ദർശന ചരിത്രത്തിൽ ഇത് വ്യക്തമായി കാണാം. എല്ലാ ദാർശനിക പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കുന്നതായ ഒരു മൂല്യശ്രേണി ഇത്തരം നിരൂപണാത്മകമായ ചരിത്ര പഠനങ്ങളിലെല്ലാം പ്രകടമായിട്ടല്ലാതെയെങ്കിലും ഉണ്ടായിരിക്കും. ഓരോ ചരിത്രകാരനും വസ്തുനിഷ്ഠതയുടെയും ആത്മനിഷ്ഠതയുടെയും വശത്തേക്ക് എത്ര ചാഞ്ഞു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതെന്ന് മാത്രം. മനുഷ്യനല്ലാതിരിക്കാൻ ആർക്കും സാധ്യമല്ലാത്തതുകൊണ്ട് താത്വികമായ എല്ലാ വീക്ഷണങ്ങളെയും കോർത്തിണക്കുന്നതായ ഒരു പൊന്നിൻ നൂൽ മനുഷ്യരാശിയുടെ മുഴുവൻ പൊതു സ്വത്താണ്. അതുകൊണ്ടാണ് എല്ലാ സമ്പ്രദായക്കാരുമായും പൊരുത്തപ്പെട്ടു പോകാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞിരുന്നത്. ജ്ഞാനരഹസ്യത്തിൻ്റെ യോഗാത്മതയെ കണ്ടറിഞ്ഞിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുമായുമുള്ള താദാത്മ്യത ഗുരു അനുഭവിച്ചിരുന്നു. അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതക്കുറവോ ഉദാസീന മനോഭാവമോ ഗുരുവിന് ഉണ്ടായിരുന്നില്ല. യുക്തിപൂർവകമായ ചിന്തയെയും വിശ്വാസത്തെയും ഗുരു പരസ്പര പൂരകമായാണ് കണ്ടത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹി.